Hi guys, welcome back to my channel. If you're watching my channel for the first time, please do subscribe my channel, and if you find the videos informative, please like and share with your near ones. Today we are going to discuss a new chapter from Kerala syllabus 6th standard English textbook unit 2. It is a story, Cinderella. We all know the name Cinderella. We have heard about the stories of Cinderella. Yes, today we are going to study a chapter named Cinderella and what all things had happened in her life. So, starting the story, before the story, there is some sentences given in textbook. Who does all the work at home? What kind of work do you do? Imagine that you have to do all the household work alone. How will it be? Or try to think of such a girl who does all domestic work without having proper food, clothing, etc. Read the story of such a girl. സോ ഈ ഒരു കഥ പറയുന്നത് സിൻഡ്രല്ല എന്നൊരു പെൺകുട്ടിയെക്കുറിച്ചാണ്. സിൻഡ്രല്ല എന്ന പെൺകുട്ടിയുടെ ജീവിത കഥയാണ് ഇതിൽ പറയുന്നത്. ഒരു പോർഷൻ, ഫുൾ അല്ല, ഒരു പോർഷൻ ഓഫ് ലൈഫ്. അതിൽ ഈ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് ടെൻഷൻസ്, സഫറിങ്സ്, വറീസ് എല്ലാം പറയുന്നുണ്ട്. നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. ആൻഡ് ദി സ്റ്റോറി ഈസ് ഇൻ ടു പാർട്സ്, ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. സബ്ടൈറ്റിൽസ് ഉണ്ട് സ്റ്റോറിക്ക്. സിൻഡ്രല്ല എന്നതാണ് മെയിൻ സ്റ്റോറി ഹെഡിങ് എങ്കിൽ ഫസ്റ്റ് സബ് ടൈറ്റിൽ ഈസ് ദി സിൻഡർ ഗേൾ. സിൻഡർ എന്ന് വെച്ചാൽ ചാരം. അത് എങ്ങനെയാണ് അത് വന്നത്, അല്ലെങ്കിൽ സിൻഡ്രല്ല എന്ന നെയിം എങ്ങനെയാണ് വന്നത് എന്നത് സ്റ്റോറിയിലുണ്ട്. നമുക്ക് സ്റ്റോറി വായിച്ചുകൊണ്ട് പോകാം. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. Yes, ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ധനികനായ ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മകളും കൂടി നല്ല സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിടെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ അസുഖം ബാധിച്ച് ബെഡിലായത്. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you." Yes, ബെഡിലായ വൈഫിന് മനസ്സിലായി തുടങ്ങി അവരുടെ അന്ത്യം അടുത്തു എന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മകളെ അടുത്ത് വിളിച്ചിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. എന്താണ് അഡ്വൈസ്? ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ്, ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. എന്താണ്? കുട്ടി, നീ വളരെ നല്ലവളായി ജീവിക്കുക. പയസ് എന്ന് വെച്ചാൽ ദൈവഭക്തിയുള്ളവൾ, ധർമ്മശീലയായവൾ, അത്രയും അറ്റ്മോസ്റ്റ് ഗുഡ് ആയിട്ട് ജീവിക്കുക. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ. ദൈവം നിന്നെ എപ്പോഴും കാത്ത് രക്ഷിക്കും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് നോക്കും, എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ദെൻ ഷി ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. The maiden went every day to her mother's grave and wept and remained pious and good. Yes, അതും പറഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു, എന്നേക്കുമായി അടഞ്ഞു. അതെ, അവർ മരണപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പെൺകുട്ടി അതുപോലെ തന്നെ ജീവിച്ചു. നല്ല രീതിയിൽ ദൈവഭക്തിയുള്ളവളായിട്ട് ജീവിച്ചു, നല്ല കുട്ടിയായി ജീവിച്ചു. എപ്പോഴും അമ്മയുടെ ഗ്രേവിൻ്റെ അടുത്ത് പോയി എപ്പോഴും കരയായിരുന്നു. അത്രയും നല്ല ഒരു കുട്ടിയായിരുന്നു. ഗ്രേവ് എന്ന് വെച്ചാൽ അമ്മയെ അടക്കിയ സ്ഥലം. അവിടെ പോയിരുന്ന് എപ്പോഴും കണ്ണീര് പൊഴിക്കുമായിരുന്നു. വെൻ വിൻ്റർ കെയിം, ദ സ്നോ കവേർഡ് ദ ഗ്രേവ് with a white covering. Then the sun came in the early spring and melted it away. Soon Cinderella's father married again. The new wife was a proud and unkind woman. Yes, when winter came, yes, winter time എന്ന് പറയുന്നത് നല്ല മഞ്ഞ് വീഴുന്ന സമയമാണ് അല്ലേ? ആ ഒരു സമയത്ത് മഞ്ഞ് വന്നിട്ട് അവരുടെ ഗ്രേവിനെ
പൊതിയുമായിരുന്നു. പക്ഷേ സൂര്യൻ വന്നിട്ട് അത് മെൽറ്റ് ചെയ്ത് കളയായിരുന്നു, അത് ഉരുക്കി കളയായിരുന്നു. വെയിലിന് മഞ്ഞാട്ടയൊക്കെ ഉരുകിപ്പോകും അല്ലേ. യെസ്. സൂൺ സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് എഗെയിൻ. അപ്പോൾ അവളുടെ അച്ഛൻ പിന്നീട് രണ്ടാമതും വിവാഹം കഴിച്ചു. ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ഭയങ്കര അഹങ്കാരിയും തീരെ ദയയില്ലാത്തവളുമായിരുന്നു ആര്? ആ കുട്ടിയുടെ രണ്ടാനമ്മ. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ന്യൂ വൈഫ് ബ്രോഡ് ഹർ 2 daughters along with her. യെസ്, കല്യാണം കഴിച്ച രണ്ടാനമ്മ അവരുടെ 2 പെൺമക്കളെയും കൂടി കൂട്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ദോ ദേ വെയർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്, അറ്റ് ഹാർട്ട് ദേ വെയർ വിക്ക്ഡ് ആൻഡ് അഗ്ലി. യെസ്, അവരെ കാഴ്ചയിൽ എങ്ങനെയാണ്? സുന്ദരികളാണ്, പക്ഷേ മനസ്സുകൊണ്ട് സുന്ദരികളല്ല, അത്രയും അഗ്ലിയാണ്, വൃത്തിയില്ലാത്ത ഒരു ഹൃദയമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ദെൻ ബിഗാൻ ദ ഇവിൾ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. യെസ്, അവർ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും ഈ സിൻഡ്രല്ലയുടെ ദുരിതകാലം ആരംഭിച്ചു. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്? ആസ്ക്ഡ് ദേ. യെസ്, ഈ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാ? സിൻഡ്രല്ലയാണ്. ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. യെസ്, നമ്മളിരിക്കുന്ന അതേ മുറിയിലാണോ ഈ സ്റ്റുപ്പിഡ് ഗേളും ഇരിക്കുന്നത്? ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. യെസ്, ഭക്ഷണം കഴിക്കുന്നവർ അത് എന്താ പറയുക, അധ്വാനിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇവിടെയുള്ള എല്ലാ ജോലികളും അവൾ ചെയ്യണം. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. ഇവിടെ അവൾക്കൊരു സ്ഥാനവുമില്ല, അവൾ ശരിക്കും ഒരു സെർവൻറ്റ് മാത്രമാണ് ഇവിടെ എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ദേ ടുക്ക് അവേ ഹെർ pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. യെസ്, അവർ അവളുടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ അവരെടുത്തിട്ട് ഒരു മുഷിഞ്ഞ ഒരു ഡ്രസ്സ് അവൾക്ക് ഇടാൻ കൊടുത്തു. പിന്നെ വുഡൻ ഷൂസാണ് ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹെർ ആൻഡ് സെൻറ്റ് ഹർ ടു ദ കിച്ചൺ. യെസ്, അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചിട്ട് അവളെ അടുക്കളയിലേക്കാണ് പറഞ്ഞു വിട്ടത്. ദർ ഷീ വാസ് മെയ്ഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്. യെസ്, അവൾക്ക് അവിടെ എല്ലാ ജോലികളും അവൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. രാവിലെ എഴുന്നേൽക്കണം, വെള്ളം വലിക്കണം, പിന്നെ അടുപ്പ് കത്തിക്കണം, ഭക്ഷണം പാകം ചെയ്യണം, അലക്കണം, എല്ലാം ക്ലീനിങ്ങും എല്ലാം അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഇൻ ദ ഈവനിങ്സ് ഷീ വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹെർത്ത് എമംഗ് ദ സിൻറ്റേഴ്സ്. യെസ്, അവൾ എല്ലാ വർക്കും ചെയ്ത് എന്നിട്ട് അവസാനം വൈകുന്നേരം റെസ്റ്റ് എടുക്കാനൊരു ബെഡ് പോലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ റെസ്റ്റ് ചെയ്തത് എവിടെയാണ്? ചാരങ്ങൾക്കിടയിലാണ് റെസ്റ്റ് ചെയ്തത്. ഒരു ഹേർത്തിൽ, അടുപ്പിൻ്റെ അടുത്ത് ചാരങ്ങൾക്കിടയിലാണ് അവൾ റെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് സിൻഡ്രല്ല എന്ന പേര് വന്നത്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. എപ്പോഴും ഒരു വൃത്തിയില്ലാത്തൊരു രൂപത്തിലായിരുന്നു സിൻഡ്രല്ലയെ പിന്നീട് കാണാൻ തുടങ്ങിയത്. ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻറ്റേഴ്സ്, സോ ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല. യെസ്, ആ ചാരങ്ങൾക്കിടയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. പൊടിപടലങ്ങളൊക്കെ അവളുടെ ദേഹത്ത് എപ്പോഴും കാണാൻ തുടങ്ങി. അതുകൊണ്ട് അവരവൾക്ക് പേരിട്ടു സിൻഡ്രല്ല, വൺ ഹൂ റെസ്റ്റ് ഇൻ സിൻറ്റേഴ്സ്. അതാണ് ഫസ്റ്റ് പാർട്ട്. സിൻഡ്രല്ല എന്ന സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട്, ദ സിൻഡർ ഗേൾ എന്ന ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഈ ഒരു കഥയാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് എന്താണ്? പാർട്ടിൻ്റെ പേര് ദ മാജിക് ബിഗിൻസ്. മാജിക് ബിഗിൻസ് എന്നാണ്. ബിഫോർ ദാറ്റ് നമുക്ക് സിൻഡർ ഗേളിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗിവ് ഹർ ഡോട്ടർ? മരിക്കാൻ പോകുന്ന അമ്മ മകൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം എന്താണ്? എന്താണ് കൊടുത്തിട്ടുള്ളത്? യെസ്, ഡിയർ ചൈൽഡ്,
Be good and pious, and God always take care of you. I'll look upon you from heaven and will be with you. Yes, dear child. മകളെ, നീ എപ്പോഴും നല്ലവളായി ജീവിക്കണം, ദൈവഭക്തിയുള്ളവളായി ജീവിക്കണം. ദൈവം നിന്നെ എപ്പോഴും കാത്തുരക്ഷിക്കും. ഇതാണ് അല്ലേ അമ്മ കൊടുത്തിട്ടുള്ള അഡ്വൈസ് മകൾക്ക്. യെസ്, ദി മദർ ഗേവ് ദ ഡോട്ടർ എ ബിഗ് അഡ്വൈസ്. യെസ്, ഏറ്റവും എല്ലാ കാലത്തും ഒരു കുട്ടി എങ്ങനെയായിരിക്കണം എന്നതിനുള്ളൊരു ബെസ്റ്റ് അഡ്വൈസാണ് അല്ലേ. നല്ല രീതിയിൽ ജീവിക്കുക, ദെൻ എവറിത്തിങ് വിൽ ബി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? യെസ്, വിൻ്റർ സീസണിലെ അമ്മയുടെ ആ ഒരു അടക്കിയ സ്ഥലത്ത് ഗ്രേവിൽ എന്താണ് സംഭവിച്ചത്? യെസ്, വെൻ വിൻ്റർ കെയിം ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. യെസ്, ഒരു വൈറ്റ് കവറിങ് കൊണ്ട് മഞ്ഞ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മയുടെ ഗ്രേവിൽ. യെസ്, the third question, Cinderella was ill-treated by her stepmother and stepsisters. What could be the reason? Even though they were beautiful and fair in appearance, at heart they were wicked and ugly. നല്ല സ്വഭാവം ഒന്നും ആയിരുന്നില്ല അല്ലേ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൻ്റെതും സ്റ്റെപ്പ് മദറിൻ്റെതും. അപ്പോൾ അതാണ് ഒരു റീസൺ. ദെൻ നെക്സ്റ്റ് റീസൺ, സിൻഡ്രല്ല ഈസ് very good and she won't react anything. She is very poor. സ്വഭാവത്തിലും അതിൻ്റേതായ മാന്യതയും നല്ല ശീലവും അവൾ എന്നും കാണിച്ചിരുന്നു. സോ അവൾക്ക് എതിരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും she won't react. So it will be the another reason for her stepsisters and stepmother to react against her or to treat like a maid. And also stepsisters laughed at her, and whatever things they could do, they do on Cinderella. To the fourth question, why is Cinderella called so? Cinderella എന്ന പേര് വന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സിൻഡ്രല്ലയെ അങ്ങനെ വിളിക്കാൻ കാരണം? യെസ്, ആഫ്റ്റർ എ ഡേയ്സ് ഹാർഡ് വർക്ക് ഷീ റെസ്റ്റ് ഓൺ ദ ഹെർത്ത് വിത്ത് ദ സിൻഡേഴ്സിൻ്റെ കൂടെയാണ്, അതായത് ചാരങ്ങൾക്കിടയിലാണ് അവൾ കിടന്നിരുന്നത്. സോ ഷി വാസ് കോൾഡ് സിൻഡ്രല്ല. ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ഓൾ അബൌട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ സിൻഡ്രല്ല, ദ സിൻഡർ ഗേൾ, and the next part will be uploaded in the next video. If you find this video informative, please like and share with your friends and relatives, and if you didn't subscribe yet, please subscribe my channel. Thank you.